ഇന്നലെ പാതിരാത്രി ആ ഒരു പ്രശ്നം നടന്നു കഴിഞ്ഞ് 2 മണി നേരത്ത് ശ്രീരേഖയുടെ ഒരു നാണംകെട്ട ഗെയിം ഉണ്ടായിരുന്നു ലൈവില്. ശരണ്യോടും ഋഷിയോടുമാണ് സംസാരിക്കുന്നത് ആ ഒരു പവർ റൂമിൽ വെച്ചിട്ട്. ജിൻഡോ ആളത്ര ശരിയല്ല, അവൾ അങ്ങോട്ട് ചെന്നതല്ല, അവൻ ഇങ്ങോട്ട് ചെന്നതാ. ആൾക്കാർ ജാസ്മിനെ കുറ്റം പറയത്തില്ല, ഇത് കാണുന്ന സമയത്ത് ജിൻഡോനെ കുറ്റം പറയത്തുള്ളൂ. അപ്പൊ ഋഷി പറയുന്നു ഭയങ്കര അൺകംഫർട്ടബിൾ ആയിരുന്നു ജാസ്മിൻ എന്നെന്തോ പറയുന്നു. അവൻ ജാസ്മിന്റെ കാലിന്റെ ഇടയിലൂടെ കയറാൻ പോലും മടിയില്ലാത്തവനാണ്. അവൻ നിരങ്ങി അങ്ങോട്ട് കയറി ചെല്ലുന്നത് കണ്ടില്ലേ, എനിക്ക് എന്തോ പോലെ തോന്നി. അപ്പൊ കാണിച്ചതാണ് ജിൻഡോ. അവനെ കൊണ്ട് ഇവിടെ പല ഫേസസ് ഇട്ട് നിൽക്കാൻ പറ്റും, പക്ഷെ ആ കാണിച്ചതാണ് ജിൻഡോ. എന്നോടെങ്ങാനും ഇതേപോലെ കളിച്ചാൽ ഞാൻ അവനെ ശരിയാകും. ഇത്രയുമാണ് ശ്രീരേഖ ഈ ഒരു പ്രശ്നത്തെ കുറിച്ച് പറഞ്ഞതും ഈ ഒരു നാണംകെട്ട ഗെയിം കളിക്കാൻ നോക്കിയതും. 40-40 വയസ്സായില്ലേ ചേച്ചി, നിങ്ങളുടെ ബുദ്ധിയും വിവരവും മെച്യൂരിറ്റിയും ഒക്കെ എവിടെ പോയി? കാണാത്ത കാര്യത്തെ കുറിച്ച് നാക്കിട്ട് അടിക്കുന്നു. ഒരു മിനിമം ഡിഗ്നിറ്റി കീപ്പപ്പ് ചെയ്ത് കളിക്കുന്ന ആരും ഇതുപോലുള്ള ഡയലോഗുകൾ അടിക്കില്ല. ഇവർക്കും പുറത്തൊരു ലൈഫ് ഉണ്ട്, ആ മനുഷ്യനും ഉണ്ട്, ജാസ്മിനും ഉണ്ട്. ഇവരാരെയാണ് ഈ കരിവാരി പൊത്താൻ നോക്കുന്നത്? ആരെയാണ് ഈ അലക്കി വെളുപ്പിക്കാൻ നോക്കുന്നത്? കാണാത്ത കാര്യത്തെ കുറിച്ച് കൊണവധികാരം അടിക്കുന്നു. ഇവര് ജിൻഡോയുടെ പെടലിക്ക് വെക്കാൻ നോക്കുന്ന വകുപ്പ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞു തരാം. ജാസ്മിനെ ജിൻഡോ സെക്ഷലി അസോൾട്ട് ചെയ്തു, അങ്ങനെ ആക്കി വരുത്തി തീർക്കണം ശ്രീരേഖയ്ക്ക്. എന്തൊരു ഇൽ മൈൻഡ് സെറ്റ് ആണെന്ന് ഓർത്തോണം. അവരുടെ മൈൻഡിൽ എത്രത്തോളം വിഷം ഉണ്ടെങ്കിലായിരിക്കണം തോളില് കൈയിട്ട് നടന്ന് ഇതുപോലൊരു പണി ജിൻഡോയ്ക്ക് കൊടുത്തത്. ക്യാമറയിലെ വിഷ്വൽസ് ഇവരെ ബിഗ് ബോസ് കാണിച്ച പോലെയാണ് ഇവര് കിടന്ന് കൊണവണ അടിക്കുന്നത്. ജാസ്മിൻ കാലിലെടുത്ത് ജിൻഡോയുടെ തലയിൽ വെച്ചതും ഇറിറ്റേറ്റ് ചെയ്തതും ഉറക്കം കിട്ടാതെ ഷോ ഇറക്കിയതും ഒക്കെ നമ്മൾ ലൈവിൽ കണ്ടതാണ്. അപ്പോഴൊക്കെ ആ മനുഷ്യൻ ഉറങ്ങാനാണ് ശ്രമിച്ചത്. ഇത്രയും പേര് അവിടെ പോയി നിന്ന് ഷോ ഇറക്കിയപ്പോഴും ജിൻഡോ ഉറങ്ങാനാണ് ശ്രമിച്ചത്. ഒരു പ്രശ്നത്തെ ചൊല്ലി നമുക്ക് എങ്ങനെ വേണമെങ്കിലും റിയാക്ട് ചെയ്ത് ഗെയിം കളിക്കാം. പക്ഷെ ഇതുപോലൊരു നാണംകെട്ട ഗെയിം ശ്രീരേഖയിൽ നിന്നും ഒട്ടും എക്സ്പെക്ടഡ് ആയിരുന്നില്ല. എന്നാലും ജിൻഡോ ഇവരെ കൂടുതൽ അടുപ്പിക്കാതിരിക്കുന്നതാണ് ജിൻഡോയ്ക്ക് നല്ലത് കേട്ടോ. കാരണം തോളിൽ കൈയിട്ടാൽ പോലും സെക്ഷൽ അസോൾട്ട് കാർഡും പിന്നെ വുമൺ കാർഡും ഒക്കെ ഇറക്കുന്ന വെറും വൃത്തികെട്ട ഒരു സ്ത്രീയാണ് ശ്രീരേഖ എന്ന് ഇന്നലെ കൊണ്ട് മനസ്സിലായി. ഇതുപോലൊരു വിഷം പിടിച്ച ഒരു വെമ്പാല ആ വീട്ടിലുണ്ടാകത്തില്ല. അതാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടപ്പോ. അയ്യോ, മനസ്സിൽ എന്തുമാത്രം ഒരു ദുഷിച്ച ചിന്താഗതിയായിരിക്കണം.